എവിക്ഷൻ നോമിനേഷനിലേക്ക് ആരൊക്കെ? വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടോ? പുതിയ ക്യാപ്റ്റനും പവർ ടീമും എങ്ങനെയുണ്ട്? ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ പിറ്റേ ദിവസം ഇതൊക്കെ അറിയാനാണ് ഞാൻ അടങ്ങുന്ന പ്രേക്ഷകർ കാത്തിരിക്കാറുള്ളത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേർ ബിഗ് ബോസ് കാണുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ പറഞ്ഞ മൺഡേ. പുറത്തു പോകുന്നത് അറിയുന്നതിനേക്കാളുള്ള ആവേശമാണ് നോമിനേഷനിലേക്ക് ആരൊക്കെ വരും, അതുപോലെ മത്സരാർത്ഥികൾ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്യുമെന്നൊക്കെ അറിയാൻ. അപ്പോൾ ആദ്യം തന്നെ നോമിനേഷനിലേക്ക് കടക്കാം. സീക്രട്ട് റൂമിലിരുന്ന് സീക്രട്ടായി നോമിനേറ്റ് ചെയ്യലല്ല ഇത്തവണ, ഓപ്പൺ നോമിനേഷൻ ആയിരുന്നു. ജാസ്മിൻ, ഗബ്രി, യമുന, അൻസിബ, ഋഷി, നോറ, ശ്രീതു, അപ്സര. പവർ ടീം ഡയറക്റ്റ് നോമിനേഷനാണ് സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. ജാസ്മിനോ ഗബ്രിയോ ആയിരിക്കുമെന്ന് കരുതിയിരുന്നപ്പോഴാണ് ആ വൻ ട്വിസ്റ്റ്. മറ്റാരുമല്ല, അപ്സര. എന്തിനാണെന്ന് കേട്ടാൽ അതിലും ഞെട്ടും. ഇതുവരെ നോമിനേഷനിൽ വന്നിട്ടില്ല എന്ന ഒറ്റ കാരണം. ജിൻഡോ ഇക്കാര്യം പറഞ്ഞാണ് അപ്സരയുടെ പേര് പറഞ്ഞതെങ്കിലും തൊട്ടു പിന്നാലെ കഴിഞ്ഞ വീക്കിൽ അപ്സര ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തു എന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. ഇത് കേട്ട് ഏതൊരാൾക്കും ഒരു അൺഫെയർ എവിക്ഷൻ നോമിനേഷൻ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ഇതിലും വലുത് ചെയ്ത ആളുകൾ വീടിനുള്ളിൽ നിൽക്കുമ്പോൾ അപ്സരയെ മാത്രം തെരഞ്ഞു പിടിച്ച് നോമിനേറ്റ് ചെയ്ത് വളരെ മോശമായി പോയി. കാരണം ഗെയിം ആയാലും മറ്റ് ആക്ടിവിറ്റീസ് ആയാലും വളരെ ആക്റ്റീവായ മത്സരാർത്ഥിയാണ് അപ്സര. ഒരുപക്ഷെ പവർ ടീമിന് സർവാധികാരം ഉള്ളതുകൊണ്ട് തന്നെ എന്തും ചെയ്യാമെന്ന ചിന്ത അവരിൽ ഉള്ളതുകൊണ്ടും അതുപോലെ ശക്തിയായ എതിരാളി എന്ന രീതിയിലുമായിരിക്കണം അപ്സരയെ തെരഞ്ഞെടുത്തത്. ഇനി മത്സരാർത്ഥികളിലേക്ക് വരുമ്പോൾ ഭൂരിഭാഗവും സെലക്ട് ചെയ്തത് ജാസ്മിനെ തന്നെയാണ്. ഇമോഷണലി വീക്ക്, ഗബ്രിയുമായുള്ള ലവ് സ്ട്രാറ്റജി, ഒതുങ്ങിക്കൂടൽ ഇവയൊക്കെയാണ് ജാസ്മിനെതിരെ ഭൂരിഭാഗവും ചൂണ്ടിക്കാട്ടിയത്. ഗബ്രിയുടെ കാര്യത്തിലും ഇതേ അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. ജാസ്മിന്റെ നിഴലായി നടക്കൽ, ഗ്രൂപ്പ് ഗെയിം തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്തത്ര കാരണങ്ങൾ ഉണ്ടായിരുന്നു. പ്രേക്ഷകർക്ക് പറയാനുള്ളത് മത്സരാർത്ഥികളായി പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ പറഞ്ഞതല്ലാതെ മറ്റൊന്നും ഈ രണ്ടുപേരും വീടിനുള്ളിൽ നിലവിൽ ചെയ്യുന്നില്ല. വാപ്പയ്ക്ക് വയ്യാതായതോടെ ഗബ്രിയുമായുള്ള കണക്ഷൻ ഒഴിവാക്കിയിരുന്നുവെങ്കിലും പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പിൽ തന്നെ എന്ന അവസ്ഥയാണ് ഇരുവരുടേതും. ഋഷി പറഞ്ഞ പോലെ വോട്ട് കിട്ടി വീട്ടിൽ നിൽക്കുമോ അതോ പുറത്തു പോകുമോ എന്നൊക്കെ ഇനി കണ്ടറിയാം. യമുന റാണിയുടെ കൊച്ചമ്മ ചമയലിനും ദേഷ്യത്തിനുമൊക്കെയായി കിട്ടിയതാണ് ഈ നോമിനേഷൻ. ശ്രീതുവും ഋഷിയും ഒട്ടും ആക്റ്റീവ് അല്ലെന്ന കാരണത്തിലും നോറ ഇമോഷണലി വീക്ക് എന്ന രീതിയിലുമാണ് നോമിനേഷനിൽ കയറിക്കൂടിയത്. അപ്സരയുടേതൊഴിച്ചാൽ ബാക്കി നോമിനേഷൻ എല്ലാം തന്നെ വളരെ കറക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ തവണയിലെ പോലെ നോമിനേഷൻ മാത്രമാകുമോ അതോ പുറത്താകുമോ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. മറ്റൊന്നല്ല, വീട്ടിൽ നിലവിൽ മത്സരാർത്ഥികൾ കുറവായതുകൊണ്ട് തന്നെ ആ സംശയം പ്രേക്ഷകർക്കുണ്ട്. വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളൂ. അടുത്തതായി പുതിയ ക്യാപ്റ്റനിലേക്ക് വരുമ്പോൾ ജാൻമണി ദാസ് കുറച്ച് ഓവർ അല്ലേ എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ആദ്യ ദിവസം തന്നെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഹാപ്പി വീക്ക് ആക്കും എന്നൊക്കെ പറഞ്ഞ് അവസാനം പറഞ്ഞയാൾ തന്നെ ഒറ്റയാൾ പോരാട്ടം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പവർ ടീം ചായ ഉണ്ടാക്കി കുടിക്കാൻ അനുവദിക്കാത്തതിനെ നിരാഹാരം കിടക്കുക, തന്നെ ഭരിക്കാൻ വരണ്ടെന്ന് പറയുക, ഒരു ക്യാപ്റ്റൻ ചെയ്യുന്ന കാര്യങ്ങളല്ല ജാൻമണി ദാസ് ഇന്നലെ ചെയ്തു കൂട്ടിയത്. മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തിനിവർ ക്യാപ്റ്റൻ ആയെന്നൊക്കെ ഒരുപക്ഷെ തോന്നിപ്പോവും. തുടക്കം മുതൽ പവർ ടീമിൽ കയറിപ്പറ്റിയ ജാൻമണിക്ക് തന്റെ മുകളിൽ ഒരാൾ വരാൻ പാടില്ലെന്ന ചിന്ത ആവശ്യത്തിലധികമുണ്ട്. അതുകൊണ്ടാണ് ക്യാപ്റ്റനെ പവർ ടീം എന്തിനു വിലക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നത്. യമുന റാണിയുമായി നടന്ന പവർ ടീമിന്റെ വഴക്കിനിടയ്ക്ക് കയറി ഓരോന്ന് പറയുന്നത് വരെ അത്തരം ചിന്തയുള്ളതുകൊണ്ടാണ്. ഇനി ജാൻമണി ദാസിന്റെ മറ്റൊരു രൂപമാണ് യമുന റാണി. ജാനിന് പവർ ആണെങ്കിൽ യമുനയ്ക്ക് കൊച്ചമ്മ ചമയലാണ്. അതുപോലെയാണ് അവർ ഒരു ചിക്കൻ കറിയുടെ പേരിൽ ഷോ കാട്ടിയത്. പവർ ടീം പറയുന്നത് കേൾക്കാൻ സൗകര്യമില്ല, അതുപോലെ പിള്ളേര് കളി പിള്ളേര് തമ്മിൽ മതി എന്നൊക്കെ കേട്ടാൽ അറിയാം ഇവർക്ക് ആജ്ഞാപിക്കൽ ഇഷ്ടമല്ല. കൂട്ടത്തിൽ മുതിർന്നത് താനായതുകൊണ്ട് ബാക്കിയുള്ളവർ തന്നെ ബഹുമാനിക്കണം, അതുപോലെ കേൾക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം ഇവരുടെ മനസ്സിലുണ്ട്. അതിൻ്റെയാണ് ഇന്നലെ കണ്ടതൊക്കെ. അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം പവർ ടീമിലേക്ക് ഒട്ടും എടുത്തതുമില്ല. മൈൻഡ് പവർ പിള്ളേരുടെ അടുത്ത് നടക്കുന്നുമില്ല. ഇനി പുതിയ പവർ ടീം. അർജുൻ എത്തിയിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ജിൻഡോ പഴയ മല്ലയ്യൻ കളി തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് താൻ ഉറങ്ങിയതിന് പിന്നാലെ നഷ്ടപ്പെട്ട ലക്ഷറി പോയിന്റ് സംഭവത്തിൽ പണിഷ്മെന്റ് എടുക്കില്ലെന്ന് പറഞ്ഞത്. തെറ്റ് ചെയ്തെന്ന് മനസ്സിലായിട്ടും അംഗീകരിച്ചു തരാൻ പറ്റാത്ത അവസ്ഥയാണ് ജിൻഡോയ്ക്കുള്ളത്. മറ്റ് മത്സരാർത്ഥികൾക്കുൾപ്പെടെ അക്കാര്യത്തിൽ വലിയ രീതിയിൽ നീരസമുണ്ട്. പവർ ടീമിൽ നിന്ന് ഇറങ്ങിയാൽ ഇതിനൊക്കെയുള്ളത് തിരിച്ചു കിട്ടുമെന്ന് ജിൻഡോ ഓർത്താൽ നല്ലതാണ്. പുതിയ പവർ ടീമും ക്യാപ്റ്റനും നോമിനേഷനും ഒക്കെ ഉണ്ടെങ്കിലും സ്ക്രീൻ സ്പേസ് അത് ഞങ്ങൾ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലായിരുന്നു ജാസ്മിനും ഗബ്രിയും. കഴിഞ്ഞ ദിവസത്തെ രാത്രി നടന്ന ഒരു സംഭവം അത്രയും സംഭവമായതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് ഈ എപ്പിസോഡിൽ ഈ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയത്. എന്താണ് സംഭവം എന്നല്ലേ?
സത്യത്തിൽ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പ്രേക്ഷകർക്കും മത്സരാർത്ഥികൾക്കും മനസ്സിലാകാത്തത്. ഒരു സമയത്ത് അടയും ചക്കരയുമാണെങ്കിൽ മറ്റൊരു സമയത്ത് കീരിയും പാമ്പും. ഈ പറഞ്ഞ പ്രഹസനമാണ് ജാസ്മിനും ഗബ്രിയും വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ പവർ ടീമിലേക്ക് പുതിയൊരാളെ കൂടി ഉൾപ്പെടുത്തുന്നതിനായി മറ്റു 3 ടീമുകളോടും ഒരാളുടെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ടണൽ ടീമിൽ നിന്ന് ഒരാൾ പവർ ടീമിലേക്ക് വരട്ടെ എന്ന് മോഹൻലാൽ പറയുമ്പോഴാണ് തങ്ങളെ 2 പേരെയും പിരിക്കണമെന്ന ആവശ്യം ജാസ്മിൻ മുന്നോട്ട് വെക്കുന്നത്. അതായത് ഗബ്രിയെയും ജാസ്മിനെയും സെപ്പറേറ്റ് ചെയ്ത് മറ്റു ഗ്രൂപ്പിലാക്കണം. ജാസ്മിൻ പറഞ്ഞ ചില വാക്കുകൾക്ക് പിന്നാലെ ആരംഭിച്ച ഗബ്രിയുടെ ഷോ കാണിക്കലിന്റെ ബാക്കിയാണ് 23ാമത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കണ്ടത്. ജാസ്മിനോട് ദേഷ്യപ്പെടുന്നു, അവോയ്ഡ് ചെയ്യുന്നു, അവസാനം ഐ ലവ് യു, കെട്ടിപ്പിടിക്കൽ, ഉമ്മ കൊടുക്കൽ, അങ്ങനെ എന്തെല്ലാമാണ് അവിടെ നടക്കുന്നത് അറിയാമോ? ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാം രാത്രിയിലാണ് നടക്കേണ്ടത്. അവിടെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്. ക്യാമറ സ്പേസ് ആ നേരത്താണ് കിട്ടുക. ഒരു ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്യുമെന്ന് വ്യക്തമായി ഗബ്രിക്കറിയാം. അതാണ് സത്യാവസ്ഥ. ഒരു ഇമോഷണൽ ട്രാക്കാണ് നിലവിൽ ആശാൻ ട്രൈ ചെയ്യുന്നത്. എനിക്ക് ആരുമില്ല, വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിനെ തന്റെ വരുതിയിലാക്കാൻ മാക്സിമം ഗബ്രി ശ്രമിക്കുന്നുണ്ട്. സത്യത്തിൽ ജാസ്മിൻ ഗെയിം നല്ല രീതിയിൽ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഗബ്രി സമ്മതിക്കുന്നില്ല. അതാണ് നിലവിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിക്കുന്നത്. ജാസ്മിൻ കൈവിട്ടു പോകുന്തോറും സ്ക്രീൻ സ്പേസ് പോകുമോ അതോ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുമോ എന്നുള്ള പേടി ഗബ്രിക്കുണ്ട്. ഇതൊക്കെ മത്സരാർത്ഥികൾക്കും ഏറെക്കുറെ മനസ്സിലായതുകൊണ്ടാണ് കണ്ടുനിന്ന അർജുനും ശ്രീതുവും ശരണ്യയുമെല്ലാം പ്രഹസനം എന്ന് വിശേഷിപ്പിച്ചത്. ടാസ്ക് ഇല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ ഒരു ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നെവർ. ഫുട്ബോൾ ടാസ്ക്, അതാണ് 4th വീക്കിലെ ഫസ്റ്റ് ടാസ്ക്. അത്ര ഫിസിക്കലി ഇൻവോൾവ് ആയുള്ള ഗെയിമൊന്നുമല്ല, ഒരു നോർമൽ ഗെയിം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് നെയിം എഴുതിയ ഫുട്ബോളിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിച്ചിടണം. വെറുതെ അല്ല, കണ്ണുകെട്ടി. പോസ്റ്റിനുള്ളിൽ ബോൾ എത്തിയാൽ ബോളിൽ എഴുതിയ ഫുഡ് അടിച്ച വ്യക്തിക്ക് കിട്ടും. 2-3 പേർക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഈ ഗെയിം നന്നായി കളിക്കുവാൻ സാധിച്ചിരുന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ സിമ്പിൾ ഗെയിം. 21 ദിവസം ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും ഒരു ഫിസിക്കൽ ടഫ് ഗെയിമുകൾ മത്സരാർത്ഥികൾ കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഈ ഒതുങ്ങിക്കൂടിയ ആളുകളെ ആക്റ്റീവ് ആക്കാൻ അതൊക്കെ തന്നെയാണ് ഒരു മാർഗമുള്ളത്. എന്നാൽ മാത്രമാണ് ഒരു ഗെയിം സ്പിരിറ്റ് ഇവർക്ക് വരികയുള്ളൂ. 4th വീക്കിലെ ആദ്യ ദിവസത്തെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ലെന്ന് മത്സരാർത്ഥികൾ തന്നെ വിധിയെഴുതിയ ആളുകൾ ആക്റ്റീവ് ആകാൻ തുടങ്ങിയ ദിവസം. യമുന റാണി, ശരണ്യ ഇവരെല്ലാം ഏത് വിധേനയും സ്ക്രീൻ സ്പേസിനായി ആക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നുണ്ട്. യമുന റാണിയുടെ ബഹളം വെക്കലും അതുപോലെ ശരണ്യയുടെ ഓവർ സംസാരവും എല്ലാം ഇത് കൃത്യമായി എന്താണെന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ചയിലെങ്കിലും ആക്റ്റീവ് ആയാൽ മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നോമിനേഷൻ നടന്നു എന്നല്ലാതെ എലിമിനേഷൻ നടക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയമാണ്. ഒന്നല്ലെങ്കിൽ സിജോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മാത്രമാണ് എലിമിനേഷൻ നടക്കുകയുള്ളൂ. ഈ ഒരു പ്രതീക്ഷ എലിമിനേഷനിൽ വന്നവർക്കുണ്ടെന്ന് വ്യക്തമാണ്. അത്രയും കോൺഫിഡൻസ് അവരിലുണ്ടായിരുന്നു. പുതിയ ആഴ്ച സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ സംഘർഷഭരിതമാവാൻ സാധ്യത കൂടുതലാണ്. ക്യാപ്റ്റനും പവർ ടീമിനൊക്കെ പിടിപ്പത് പണിയുണ്ടാവുമെന്നർത്ഥം.